നിലവിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്ഡേറ്റ് ഒന്നും ഇല്ലടാ. ഇപ്പൊ എനിക്കൊന്ന് ദൈവമുണ്ട് വിളിച്ചു വരുത്തേക്ക് ഇവിടെ ഏതാ സിനിമ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നത്. സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ കഥാപാത്രങ്ങളെ കാണിക്കും ഒരിക്കലും കാണിക്കാൻ പറ്റത്തില്ല. മഞ്ഞുമൽ ബോയ്സ് ഒക്കെ കണ്ട പോലെ ഒരു വീരസാഹസിക കൃത്യമൊന്നും അല്ല കൂട്ടുകാര് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ട്രെയിലർ കണ്ടാലുള്ള സംഭവങ്ങൾ ചെറുതിനെ മനസ്സിലായി കാണുമല്ലോ. അത്ര വീരസാഹസികതകളില്ല. അവന്മാര് ചിലപ്പോ പഞ്ചായത്ത് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. ഇവൻ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കഥ എന്നുള്ളത്. അവര് ഫ്രഷ് ആയിട്ട് വന്ന് കാണുമ്പോ ഇത് ഇവന്റെയാന്ന് അറിഞ്ഞാൽ അവൻ പഞ്ചായത്ത് വിട്ട് പോകും. അതുപോലത്തെ കഥയാണ്. അല്ലല്ല, എനിക്കന്ന് ഒരു ബാച്ചിലർ പാർട്ടി ഇല്ലായിരുന്നു. കാരണം അതിന്റെ ഒരു ഡെയിലി പാർട്ടി ഉള്ളവർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ദിവസമായിട്ടൊരു ബാച്ചിലർ പാർട്ടി എന്ന് പറഞ്ഞൊരു ഇല്ല. അപ്പൊ ഞാൻ കല്യാണ തലേന്ന് ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഞാൻ കല്യാണ തലേന്ന് രാത്രി ഒരു 9-10 മണി, പിറ്റേ ദിവസം രാവിലെ എന്റെ കല്യാണമാണ് 9 മണിക്ക് കണ്ണൂര്. ഞാൻ നേരത്തെ ഇതുപോലെ സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളിയനുണ്ടായിരുന്നല്ലേ, ഞാൻ ബാത്റൂമിൽ നിന്ന് ചീട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അല്ല അളിയുണ്ടായിരുന്നു. ചീട്ട് കളിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എറണാകുളത്താ. 10:30 മണിക്ക് രാവിലത്തെ കല്യാണം. രാത്രി 9-9:30 വരെ ഞാൻ എറണാകുളത്ത് ബാത്റൂമിൽ നിന്ന് മത്സരിച്ച് ചീട്ട് കളിയാണ്. അങ്ങനെ ആരോ വന്നിട്ട് എന്നോട് ചോദിച്ചു പോണ്ടേന്ന് ചോദിച്ചു. അപ്പൊ രാവിലത്തേക്ക് ഷർട്ട് എടുക്കണം, മുണ്ട് വേണം, ഒന്നുമില്ല എന്റെ കയ്യിൽ. അങ്ങനെ രാവിലെ അപ്പൊ എന്നെ ആരും വിളിക്കുന്നുമില്ല. ആയിരുന്നു കല്യാണത്തിന് ആരും നീ വരുന്നില്ലേ എന്ന് പോലും ആരും വിളിക്കുന്നില്ല. പലരുടെയും വിചാരം അച്ഛൻ വിളിച്ചില്ല, അമ്മ വിളിച്ചില്ല, ആരും വിളിക്കുന്നില്ല. ഞാൻ വിളിച്ചു എന്തിനാ പോണേ, ഷൂട്ട് മാറ്റി വെച്ചു. അങ്ങനെ രാത്രി ഒരു 9-10 മണിയായപ്പോഴാണ് ഈ മത്സരത്തിനിടയിൽ എന്നോട് ആരോ മാമൻ വിളിച്ചെന്നെ. അരവിന്ദന്റെ അതിഥികളൊക്കെ ചെയ്ത ജാതി ചെയ്ത മാമൻ വിളിച്ചു പറഞ്ഞു നീ വരുന്നില്ലേന്ന് ചോദിച്ച്. അങ്ങനെ ഹോട്ടലുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എറണാകുളത്താന്ന് പറഞ്ഞു. അങ്ങനെ ആ 10-10:30-11 മണിക്ക് ഞാൻ പുറപ്പെട്ട് ഏകദേശം 4-4:30 മണി വരെ 4-5 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. 6 മണി അപ്പോഴേക്ക് ഞാൻ വരുന്ന വഴിക്ക് നീരജിന് ഹോട്ടലിൽ വെച്ച് കാണുന്നു. ഇവന്റെ കുറെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 9:30 മണിക്ക് ഞാൻ ഉറങ്ങാതെ എഴുന്നേറ്റ് നേരെ ഒരു 9:30 മണിക്ക് ആരോ തന്ന ഡ്രസ്സ് ഇട്ട് ഞാൻ നേരെ കല്യാണം താലി എത്തു തിരിച്ച് അതേപടി എറണാകുളത്ത് നിന്ന് പിറ്റേ ദിവസം ചുറ്റുകളി പിന്നെ അല്ല വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ പരിപാടിയൊക്കെ അന്ന് ഇപ്പൊ അതൊക്കെ നിർത്തി. ഇന്ന് സുപ്പിലിടുമാണ്. അപ്പുറം ഒന്നുമില്ല. അല്ല അപ്പൊ ഇതിന്റെ സംവിധാനം അല്ല സുരേഷ്, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മാർക്കോ അല്ലെങ്കിൽ ഇപ്പം ത്രില്ലർ, വയലൻസ് സിനിമകൾ, എല്ലാതരം സിനിമകളും നമുക്കിപ്പോ ഇപ്പൊ ജാതകം വന്നു, റൊമാൻസ് വരുന്നു. അപ്പം കഴിഞ്ഞ കുറച്ച് വർഷക്കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന സീസൺ ഹിറ്റ് അടിക്കുന്ന പല സിനിമകളും ത്രില്ലേഴ്സ് ആണ്. ത്രില്ലർ അല്ലെങ്കിൽ ആക്ഷൻ, കാരണം കിഷ്കിന്ദ ആയിക്കോട്ടെ, മാർക്കോ ആയിക്കോട്ടെ, വയലന്റ് ത്രില്ലർ. അപ്പം മാസി വലിയ സിനിമകളാണ്. ചിരി എവിടെയൊക്കെയോ മിസ്സാവുന്നുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ വളരെ സിറ്റുവേഷൻ ആയിട്ടുള്ള ശരിക്കും നടന്നൊരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചെറിയ നുറുങ്ങ് ചിരികളുള്ള ആ രീതിയിൽ നമുക്ക് തിയേറ്ററിൽ പോയി ഇറങ്ങി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ടേക്ക് ഹോമും ഇല്ലെങ്കിൽ പോലും
ആ ചിരിയോടുകൂടി നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അത്തരത്തിലുള്ള സിനിമകളും വേണം, ആവശ്യമാണ്. കാരണം കറക്റ്റായിട്ട് ജാൻ ലാസ്റ്റ് അതിജാതകം വരുന്നു, പിന്നെ റൊമാൻസ് വരുന്നു, ചിരി നമ്മൾ എവിടെയൊക്കെയോ മിസ്സായ സാധനങ്ങൾ. അപ്പൊ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു ആ രീതിയിൽ ആ കേസ് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. കേസ് ഓഫ് നല്ല ഗുഡ് ഹ്യൂമർ എന്നുള്ള രീതി അത് ഒരുപാട് ചിരിക്കാനുള്ള ഒരു എലമെന്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ്. ആ അപ്പം